രാജ്യത്തെ കോടിക്കണക്കിന് കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നാളെ പ്രധാനമന്ത്രി PM കിസാൻ സമ്മാൻ നിധിയുടെ 21ാമത് ഗഡുത്തുക എത്തിച്ചേരുകയാണ്. വിതരണ സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. നേരത്തെ ബുധനാഴ്ച രാവിലെ 11 മണിക്ക് വിതരണം ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ആ സമയത്തിനിപ്പോൾ മാറ്റം വന്നിരിക്കുകയാണ്. 2025 നവംബർ 19 ബുധനാഴ്ച തന്നെ തുക വിതരണം ഉണ്ടാകുമെങ്കിലും നേരത്തെ അറിയിച്ച രാവിലെ 11 മണി എന്നതിനു പകരം പ്രധാനമന്ത്രി ഒരു റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് തുക വിതരണം നടത്തുക. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ വച്ചാണ് പ്രധാനമന്ത്രി വിതരണ ഉദ്ഘാടനം നടത്തുന്നത്. പ്രധാനമന്ത്രി എപ്പോഴും ചെയ്യാറുള്ളതുപോലെ ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ 21ാമത് ഗഡുവിന്റെ വിതരണം നടത്തുന്ന സമയം മുതൽ രാജ്യത്തെ 9 കോടിയോളം കിസാൻ നിധി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങും. 20ാമത് ഗഡു ലഭിച്ച ഗുണഭോക്താക്കളേക്കാൾ 70 ലക്ഷത്തോളം പേർക്ക് കുറവായാണ് 21ാമത് ഗഡുത്തുക ലഭിക്കുക. 20ാമത് ഗഡു 9.7 കോടി പേർക്ക് ലഭിച്ചപ്പോൾ നാളെ ലഭിക്കുന്ന 21ാമത് ഗഡു 9 കോടിയോളം പേരുടെ അക്കൗണ്ടുകളിലേക്കാണ് എത്തിച്ചേരുക. പ്രധാനമന്ത്രി വിതരണ ഉദ്ഘാടനം നടത്തിയ ഉടനെ തന്നെ അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റായി തുടങ്ങും. ചിലർക്ക് മണിക്കൂറുകളും ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലുമൊക്കെ ആയിട്ടായിരിക്കും തുക ലഭിക്കുക. 9 കോടിയോളം പേർക്ക് ലഭിക്കാനുള്ളതുകൊണ്ട് തുക ബാച്ചായിട്ടായിരിക്കും ബാങ്കിംഗ് സിസ്റ്റത്തിലൂടെ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുക. പൊതുവെ എല്ലായ്പ്പോഴും ഈ രീതിയിൽ തന്നെയാണ് തുകയെത്തുന്നത്. 20ാമത് ഗഡുവിന്റെ വിതരണം 4 മാസത്തെ ഗഡുവിന്റെ കാലാവധിയും കഴിഞ്ഞ് 5ാം മാസത്തിന്റെ തുടക്കത്തിൽ, അതായത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ് അക്കൗണ്ടുകളിൽ എത്തിയത്. എന്നാൽ 21ാമത്തെ, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ ഗഡുത്തുകയായ 2000 രൂപ 4-ാം മാസത്തിൽ, അതായത് നവംബർ 19-ന് തന്നെ വിതരണം ചെയ്യുകയാണ്. പതിവിൽ നിന്നും വ്യത്യസ്തമായി മഴക്കെടുതിയും വെള്ളപ്പൊക്കവും കാരണം കൃഷിനാശം സംഭവിച്ച 4 സംസ്ഥാനങ്ങളിൽ 2 തവണയായി കേന്ദ്ര കൃഷിമന്ത്രി 21ാമത് ഗഡുവിന്റെ വിതരണം ഭാഗികമായി കഴിഞ്ഞ മാസങ്ങളിൽ നടത്തിയിരുന്നു. അവശേഷിക്കുന്ന രാജ്യത്തെ എല്ലാ കർഷകർക്കുമായിട്ടാണ് നാളത്തെ വിതരണം നടക്കുന്നത്. 20ാമത് ഗഡു ലഭിച്ചതിനേക്കാൾ ഇപ്രാവശ്യം കുറവ് ആളുകൾക്ക് ലഭിക്കുന്നതിനുള്ള കാരണം ചിലർ അയോഗ്യരാക്കപ്പെട്ടതാണ്. ഒരു വീട്ടിൽ തന്നെയുള്ള ഒന്നിലധികം പേർ, അതായത് ഒരു റേഷൻ കാർഡിലെ തന്നെ പേരുള്ള ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കൾ തുടങ്ങിയവർ ഒരേ സമയം കിസാൻ നിധി ആനുകൂല്യം വാങ്ങുന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ EKYC വീണ്ടും ചെയ്യുവാൻ ആവശ്യപ്പെട്ടവർക്കും ഇതുവരെയും ലാൻഡ് സീഡിങ്ങും മറ്റും പൂർത്തിയാക്കാത്തവർക്കും തുക തടസ്സപ്പെടുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, PM കിസാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് DBT എനേബിൾഡ് അല്ലെങ്കിൽ വരുന്ന തുക മടങ്ങി പോകുവാൻ സാധ്യതയുണ്ട്. കിസാൻ നിധിയുടേത് ആധാർ അധിഷ്ഠിത തുക വിതരണമാണ്. അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കല്ല, പകരം ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് വിതരണം നടക്കുന്നത്. നിങ്ങളുടെ ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്ക് ഗഡുത്തുക എത്തിച്ചേരും. ഒന്നിലധികം ബാങ്ക് അക്കൗണ്ട് ഉള്ളവരുടെ ഏത് അക്കൗണ്ടാണോ DBT എനേബിൾഡ് ആയിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്കായിരിക്കും തുക എത്തുക. അതിനാൽ കഴിഞ്ഞ തവണ തുക എത്തിച്ചേർന്ന ബാങ്ക് അക്കൗണ്ടുകളിൽ ഇത്തവണ തുക ക്രെഡിറ്റ് ആയില്ലെങ്കിൽ നിങ്ങളുടെ തന്നെ മറ്റ് ബാങ്ക് അക്കൗണ്ടുകളിലും തുക വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇതൊക്കെ വളരെ കുറച്ചു പേർക്ക് മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഭൂരിഭാഗം പേർക്കും, അതായത് 20ാമത് ഗഡു ലഭിച്ച ഏതാണ്ട് എല്ലാവർക്കും തന്നെ 21ാമത് ഗഡുവിന്റെ തുകയും അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ്. PM കിസാനുമായി ബന്ധപ്പെട്ട് പുതുതായി വരുന്ന അപ്ഡേറ്റുകൾ, പ്രത്യേകിച്ച് കർഷക രജിസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരുന്നവ കൃത്യമായി നിങ്ങളെ ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.